ഹായ് ഗൈസ്, ഇത് ഞങ്ങൾ പാർട്ട് 2 വീഡിയോ ആണ് കേട്ടോ. ഒരു ക്യാൻഡിയൊക്കെ വാങ്ങിച്ച് ഞങ്ങൾ പാർക്കിലെത്തി. ബാക്ക് ഗേറ്റ് വഴിയാണ് കേട്ടോ ഞങ്ങൾ കയറിയത്. കുട്ടികൾക്ക് കളിക്കാനായിട്ട് ഒരുപാട് ഐറ്റംസ് ഉണ്ട് കേട്ടോ അവിടെ. അതിന് ഇതുപോലത്തെ സ്ലൈഡിലൊക്കെ ഇരിക്കാനാണ് കൂടുതൽ താല്പര്യം. എപ്പോൾ പോയാലും ഇതിൽ കുറേ നേരം അവൻ കളിക്കണം കേട്ടോ. ഇരുത്തി കഴിഞ്ഞ് എടുക്കാൻ പിന്നെ സമ്മതിക്കില്ല കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഈ ഡെക്കിലിരുത്തി അവനെ. കൊച്ചു കുട്ടികൾക്കൊക്കെ നന്നായി എൻജോയ് ചെയ്യാൻ പറ്റിയ ഐറ്റമാണത്. അത് നന്നായി എൻജോയ് ചെയ്യണ്ടായിരുന്നു. അവൻ്റെ ആ എക്സ്പ്രഷനിൽ തന്നെ അത് നമുക്ക് കാണാൻ പറ്റിയിട്ടാ. ഫുള്ള് ഹാപ്പി ആയിട്ട് ഡാൻസ് കളിച്ചിരിക്കുന്ന പോലെയായിരുന്നു അവൻ അതിലിരുന്നത്. കുറച്ചും കൂടിയും വലിയ കുട്ടികളാണെങ്കിൽ ഒരുപാട് ഐറ്റംസുകൾ ഉണ്ട് അവർക്ക് കളിക്കാനൊക്കെ ആയിട്ട്. പക്ഷേ കൊച്ചു കുട്ടികളാകുമ്പോൾ ഇതുപോലത്തെ ഡെക്ക്, സ്ലൈഡ് ഇതൊക്കെ തന്നെയാണ് കേട്ടോ അവർക്ക് പറ്റിയ ഐറ്റംസുകൾ. അതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് നേരം കൂടി ഈ സ്ലൈഡിൽ പിന്നെയും അവനിരുത്തി. ഇവനക്ക് ഇപ്പോൾ ആരെന്ത് ചെയ്ത് കണ്ടാലും അതുപോലെ അനുകരിക്കണം പരിപാടി ഉണ്ടിട്ടാ. അപ്പോൾ ഒരു കുട്ടി ഇങ്ങനെ ഇതുപോലെ സ്ലൈഡിന് തിരിച്ച് കയറാൻ നോക്കി. അത് കണ്ടിട്ടൂടി ഇവൻ ഫുള്ള് അതിൽ നിന്ന് അങ്ങോട്ട് കയറാൻ നോക്കിയായിരുന്നു കേട്ടാ. പിന്നെ ഈ ഒഴുകണ പരിപാടി നിർത്തിയാൾ ഫുള്ള് തിരിച്ച് കയറാനുള്ളൊരു മൂഡ് സെറ്റായി നിൽക്കായിരുന്നു കേട്ടാ. കൊച്ചിത്തിരി വലിയ പയ്യനായതുകൊണ്ട് അവൻ കൂളായിട്ട് കയറാൻ പറ്റി. അതുപിന്നെ അത് വലിയ ടാസ്ക് ആയിരുന്നു. എത്ര പറ്റാണ്ടായിട്ടും റിവേഴ്സ് വന്നിട്ട് ആൾ പിന്നെയും ശ്രമിച്ചുകൊണ്ടേ ഇരിക്കായിരുന്നു കേട്ടാ. ഇടയ്ക്ക് വീഴാൻ പോയില്ല, ഭയങ്കര കൂളായിട്ട് തന്നെ ഇരുന്നു കേട്ടാ. പിന്നെ ഞങ്ങളവനെ ഈ സ്ലൈഡിലിരുത്തിയിട്ടാ. ഇത് കുറച്ച് വൈബ്രേഷനും സൗണ്ടൊക്കെ ഉള്ള സ്ലൈഡാണ്. ഇവനക്ക് ഇഷ്ടാവില്ല എന്നാണ് ഞങ്ങൾ വിചാരിച്ചത്. പക്ഷെ അവനത് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. അവനതിലും നന്നായി എൻജോയ് ചെയ്തുട്ടാ. ഇതിലും അവനക്ക് തിരിച്ച് റിവേഴ്സ് നടക്കാൻ തന്നെയായിരുന്നു കൂടുതൽ താല്പര്യം. ഞങ്ങൾ പയ്യെ വീട്ടിൽ പോകാമെന്ന് വെച്ചിട്ട് അതുവിനെ എടുത്തുട്ടാ. പക്ഷെ അവനക്ക് ശരിക്കും കളിച്ച് മതിയായിട്ടുണ്ടായില്ല. അവനതിലേക്ക് തന്നെ ചൂണ്ടിയിട്ട് പിന്നെയും കളിക്കാനുള്ള മൂഡായിരുന്നു കേട്ടാ. വീട്ടിലേക്ക് പോവാന്ന് തോന്നിയപ്പോൾ അവൻ നൈസായിട്ട് കരച്ചിൽ തുടങ്ങാനുള്ള പരിപാടി. ഇത്ര നേരം ഹാപ്പി ആയിരുന്നിട്ട് കരഞ്ഞുകൊണ്ട് വീട്ടിൽ പോകണ്ടെന്ന് വെച്ച് കുറച്ച് നേരം കൊണ്ട് ഞങ്ങളതിൽ കളിപ്പിച്ചുട്ടാ. അപ്പോൾ അവൻ കൂളായി ഹാപ്പിയായി. അപ്പോഴും അവൻ കുഴുകാനല്ല കേട്ടാ, തിരിച്ച് റിവേഴ്സ് കയറാനായിരുന്നു അവനക്ക് താല്പര്യം. പിന്നെ നമ്മൾ അവനെ എടുത്തുട്ടാ. അത്രയും നേരം കളിച്ചതിൻ്റെ ഹാപ്പിനെസ് ആണ് ഈ കാട്ടണത്. അങ്ങനെ ഒരു 6:30 ആയപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടാ. അത് ഫുള്ള് ഹാപ്പി ആയിരുന്നു. അതിൻ്റെ ഫ്രണ്ടിൽ കുറേ ടോയ്സ്, ഐസ്ക്രീമൊക്കെ വെക്കുന്ന കുറേ കടകളൊക്കെ ഉണ്ട്. പാർക്കിൻ്റെ മെയിൻ എൻട്രൻസ് വഴിയാണ് ഞങ്ങൾ തിരിച്ചിറങ്ങിയത്. അങ്ങനെ കുറച്ച് നേരം നടന്ന് ക്ഷീണിച്ചപ്പോൾ നമ്മൾ വടക്കുന്നാഥൻ്റെ അവിടെ കുറച്ച് നേരം ഇരുന്ന് റെസ്റ്റ് എടുത്തു. അതപ്പോഴും അവിടെ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു.